അറിഞ്ഞോ അർജുനെ ഏതോ ഗുണ്ട തല്ലിന്ന്? അങ്ങനെ തന്നെ വേണം. ഞാൻ ആ ഡ്രസ് ഇട്ടതിന് എന്നെ എന്തോരം ചീത്തയാ പറഞ്ഞത്. നീ അതും പറഞ്ഞ് പിണങ്ങിയിരിക്കാൻ പോവാണോ? എടി, ഇത് ദൈവം കൊടുത്ത അടിയാ നിന്നെ അവനെ അടിപ്പിക്കാൻ. എങ്ങനെ? ഒരാളുടെ മനസ്സിൽ ഏറ്റവും വലിയ കടപ്പാട് തോന്നുന്നത് എപ്പോഴാ? സുഖമില്ലാതെ കിടക്കുമ്പോ, പരിചരിക്കുമ്പോ. അർജുനെ അവന്റെ അടുത്ത് നിന്ന് മാറാതെ നിന്ന് പരിചരിക്കണം, ആശ്വസിപ്പിക്കണം. ദേ, അപ്പോ അവന്റെ മനസ്സിൽ കടപ്പാടുണ്ടാവും. അത് പിന്നെ സ്നേഹമാവും, പ്രേമമാവും. എടി, ആ പത്രക്കാരൻ പത്രോസ്, അരിക്കടക്കാരൻ ഗോവിന്ദൻ, സ്വർണ്ണ പണിക്കാരൻ. മതിയമ്മേ മതി. എന്നാ എന്റെ മോള് വാ, വിടാതെ പിടിച്ചോണേ. ആ, ഇങ്ങോട്ട്. കരയടി, കര. ഇനി ഇവിടെ ഇരുന്ന് കരഞ്ഞു. എനിക്ക് വയ്യ ചങ്കലയ്ക്കൊന്നും കാണാൻ. നിന്റെ ദേഹം നൊന്തു എന്ന് പറഞ്ഞപ്പോ തുടങ്ങി അലച്ചില്ല. പറഞ്ഞിട്ട് കേക്കണ്ടേ? അർജുനേട്ടാ, ഞാനാ എല്ലാത്തിനും കാരണം. എന്നെ ചീത്ത പറഞ്ഞപ്പോ അർജുനേട്ടനെ വേദനിക്കണോന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നത്. അതൊന്നുമല്ല. അല്ല, ഞാനാ ഇതിന് കാരണം. എനിക്കിതിന് പരിഹാരം ചെയ്യണം. അർജുനേട്ടന് എന്താ വേണ്ടത് എന്നോട് പറഞ്ഞോ. എനിക്കൊന്നും വേണ്ട. എന്നാ സങ്കടം മാറുന്നു വരെ ഇവളിവിടെ ഇരുന്നോട്ടെ. മോനും ഒരു ആശ്വാസം ആവുമല്ലോ. അമ്മ പോട്ടെ മോളെ. ഒരുപാട് തല്ലു കിട്ടിയോ അർജുനേട്ടാ? ഹേയ്, ആദ്യം എന്റെ അടി കൊണ്ടാവും വീണതാ. പക്ഷെ റോഡിൽ കിടന്നൊരു കല്ലിൽ ചവിട്ടി ഞാനൊന്ന് ചരിഞ്ഞു. കരാട്ടയിൽ കല്ലിന്റെ പ്രയോഗം ഇല്ലല്ലോ, അതാ മിസ്സായത്. അയ്യോ, ഞാൻ തടവിത്തരാം. അയ്യേ, എന്താ ഈ കാണിക്കുന്നത്? ആരെങ്കിലും ഒന്ന് കണ്ടാൽ? കാണട്ടെ. അർജുനേട്ടന് എന്നെ ഇഷ്ടമാണെന്ന് എല്ലാവരും മനസ്സിലാക്കിക്കോട്ടെ. എനിക്കൊന്നുമില്ല. എങ്ങനെ? എനിക്കിഷ്ടം.